ഇത് പ്രവാസ ജീവിതത്തിൽ നിന്നുള്ള അനുഭവ സമ്പത്തും ഇച്ഛാശക്തിയും കൈമുതലാക്കി സ്വന്തം ആശയത്തെ കറിമസാല കൂട്ടുകളാക്കി ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ച കരുകുളം സ്വദേശി ശ്രീകുമാരൻ നായർ. കാലത്തിന്റെ മാറ്റത്തിനൊപ്പം ടെക്നോളജിയുടെ കരം പിടിച്ച് നിറക്കൂട്ടെന്ന പേരിൽ കറിക്കൂട്ടുകൾ നിർമ്മിച്ച് 1 വർഷം കൊണ്ട് പേരെടുത്ത തിരുവനന്തപുരത്തെ ചെറുകിട വ്യവസായി. എൻ്റെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലെത്തിയപ്പോൾ ജീവിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്യണമെന്നൊരു തോന്നലുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മാനുഫാക്ചറിങ് രംഗത്തേക്ക് ഞാൻ എത്തിയത്. പേരും പെരുമയുമുള്ള നിരവധി വമ്പന്മാർക്കിടയിലും മസാലകളും കറി പൗഡറുകളും അരിപ്പൊടിയും ഗോതമ്പ് പൊടിയും ഉൾപ്പെടെയുള്ളവ വിപണിയിലെത്തിച്ചാൽ വിജയം നേടാമെന്ന ആശയം MBA-കാരനായ മകൻ ശ്രീകുട്ടൻ അവതരിപ്പിച്ചപ്പോൾ അച്ഛൻ ശ്രീകുമാരൻ നായർ നിറക്കൂട്ട് ഉൽപ്പന്നങ്ങളിലൂടെ ഭക്ഷ്യോൽപ്പന്നങ്ങൾ വിപണിയിൽ അവതരിപ്പിച്ചു. കന്യാകുമാരി മുതൽ ആലപ്പുഴ വരെയുള്ള തെക്കൻ നാട്ടിലെ കറിക്കൂട്ട് വിപണിയെക്കുറിച്ച് പഠിച്ചും തങ്ങളുടേതായ മാർക്കറ്റിംഗ് രീതികൾ അവലംബിച്ചുമാണ് തുടക്കം മുതലേ ഈ സംരംഭകർ വ്യത്യസ്തരായത്. ഗുണമേന്മ തന്നെയായിരുന്നു ഉൽപ്പന്നങ്ങളുടെ മുഖമുദ്ര. വൃത്തിയിലും ഗുണത്തിലും കാർക്കശ്യം പാലിച്ചും മികച്ച ഉൽപ്പന്നങ്ങളാണെന്ന് ചുരുങ്ങിയ കാലം കൊണ്ട് തെളിയിച്ചും മുന്നേറുന്ന ഇവർക്ക് ഈ സംരംഭം വിപുലപ്പെടുത്താൻ തുണയായത് കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായി സർക്കാർ രൂപീകരിച്ച കാർഷിക അടിസ്ഥാന സൗകര്യ വികസന നിധിയാണ്. %3 പലിശ ഇളവോടെ 2 കോടി രൂപയാണ് ഭക്ഷ്യ സംസ്കരണ യൂണിറ്റ് എന്ന നിലയിൽ നിറക്കൂട്ടിന് ലഭിച്ചത്. പലിശ ഇളവിനു പുറമെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ നേടാനും ഉപകരിക്കുന്ന AIF-ൽ നിന്നും വായ്പ ലഭിച്ചതോടെ നിറക്കൂട്ട് ആട്ട, മൈദ എന്നിവ ഉൾപ്പെടെ കൂടുതൽ ഭക്ഷ്യോൽപ്പന്നങ്ങൾ സംസ്കരിച്ച് വിപണിയിലിറക്കി. ചെറുകിട സംരംഭകരുടെ വിജയപാതയിൽ 68-കാരനായ ശ്രീകുമാരൻ നായരും 30-കാരനായ മകനും 50-ലധികം ഉൽപ്പന്നങ്ങളുമായി കൈരളി ഫുഡ് ട്രേഡിംഗ് കമ്പനിയിലൂടെ മുന്നേറുമ്പോൾ കേരളത്തിലെ അനുകൂലമായ വ്യവസായ അന്തരീക്ഷവും കാർഷിക മേഖലയെ ശക്തിപ്പെടുത്താനുള്ള സർക്കാർ ധനസഹായ പദ്ധതിയും ഉപയോഗപ്പെടുത്താൻ നവാഗതരോട് ഇവർ നിർദ്ദേശിക്കുന്നു. വളരെ കഠിനാധ്വാനം ചെയ്തു കഴിഞ്ഞാൽ ഏത് തൊഴിലും വിജയിപ്പിക്കാൻ കഴിയുമെന്നാണ് പുതുതായിട്ട് തുടങ്ങുന്നവരുടെ എനിക്ക് പറയാനുള്ളത്. ശീതീകരണ യൂണിറ്റുകൾ, സംഭരണ കേന്ദ്രങ്ങൾ, സംസ്കരണ യൂണിറ്റുകൾ തുടങ്ങി സാമൂഹികാടിസ്ഥാനത്തിലുള്ള കാർഷിക ആസ്തികളും വിളവെടുപ്പാനന്തര അടിസ്ഥാന സൗകര്യങ്ങളും നിർമ്മിക്കാനും വിളകളുടെ നഷ്ടം കുറയ്ക്കാനും നിങ്ങളെ സഹായിക്കുന്ന കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ കാർഷിക അടിസ്ഥാന സൗകര്യ വികസന നിധി ഉപയോഗപ്പെടുത്തൂ. ഈ കാർഷികോൽപ്പന്നങ്ങൾ വർദ്ധിപ്പിക്കുമ്പോൾ തന്നെ അത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുക എന്നത് ഏറ്റവും പ്രധാനമാണ്. അത് കൃഷിക്കാർക്കും സഹായകരമാകും, നമ്മുടെ കാർഷിക രംഗത്തിന് കൂടുതൽ ഉത്തേജനം പകരുന്നതുമാകും. അതിൻ്റെ ഭാഗമായി ഈ രണ്ടിനും ഇപ്പോൾ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നീങ്ങുന്നത്. ഓരോ ഗുണഭോക്താവിനും വ്യത്യസ്തമായ 25 യൂണിറ്റുകൾ വരെ ആരംഭിക്കാൻ പരിധിയില്ലാത്ത വായ്പാ സൗകര്യം. ഓൺലൈനിലൂടെ അപേക്ഷിക്കാം. വിവരങ്ങൾക്ക് ലോഗിൻ ചെയ്യൂ agriinfra.dac.gov.in. കേന്ദ്ര സംസ്ഥാന പദ്ധതികളുമായി ബന്ധപ്പെടുത്തിയും AIF വിനിയോഗിക്കാവുന്നതേയുള്ളൂ. ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുന്നതിന് കർഷകർക്ക് ഗുണകരമാവുന്ന തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിന് എല്ലാവരുടെയും പിന്തുണയും പിൻബലവും ഉണ്ടാകണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾ കർഷകനോ കാർഷിക സംരംഭകനോ സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരോ ആരുമാകട്ടെ, കാർഷിക അടിസ്ഥാന സൗകര്യ വികസന നിധി ചെറുകിട സംരംഭമെന്ന നിലയിൽ നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നു. കൂടുതലറിയാൻ അടുത്തുള്ള കൃഷിഭവൻ സന്ദർശിക്കൂ. അല്ലെങ്കിൽ
AIF സോണൽ കോഓർഡിനേറ്റർമാരുമായി ബന്ധപ്പെടൂ. തുടങ്ങാം പുതുസംരംഭം, നേടാം പുതുജീവിതം.